1995 മുതൽ 2014 വരെയുള്ള കാലത്തെ കഥകളാണ് തൊഴിലാളി വെളിപ്പെടുത്തുന്നത്. 12നും 15നും ഇടയിൽ പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കൈകാര്യം ചെയ്യേണ്ടി വന്നതും തൊഴിലാളിയുടെ മൊഴിയിലുണ്ട്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശരീരമാണ് ലഭിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. സ്കൂൾ യൂണിഫോമിലായിരുന്ന കുട്ടിയെ അങ്ങനെ തന്നെ കുഴിച്ചിട്ടു. 2010 കല്ലേരിയിലെ പെട്രോൾ പമ്പിന് സമീപമാണ് ശരീരം കുഴിച്ചിട്ടത്. ആസിഡ് ഒഴിച്ച് മുഖം വികൃതമാക്കിയ രീതിയിലാണ് ഒരു 20-കാരിയുടെ മൃതദേഹം കിട്ടിയത്. പത്രത്തിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ശരീരം. ഡീസൽ ഒഴിച്ച് കത്തിച്ചു കളയണം എന്ന നിർദ്ദേശത്തോടെയാണ് ആ ശരീരം കിട്ടിയതെന്നും മൊഴിയിലുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നതെല്ലാം ഉന്നതരുമായി അടുപ്പമുള്ള സൂപ്പർവൈസർമാരാണ്. 2014 സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടതോടെയാണ് തൊഴിലാളി നാടുവിട്ടത്. അയൽ സംസ്ഥാനങ്ങളിൽ ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം. കുറ്റബോധം സഹിക്കവയ്യാതെ എല്ലാം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. നക്സൽ വർഗീസ് വധക്കേസ് പോലെ പതിറ്റാണ്ടുകൾക്ക് ശേഷം വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. വെറുമൊരു സാക്ഷിയല്ല വെളിപ്പെടുത്തുന്നത്, മൃതദേഹങ്ങൾ നശിപ്പിച്ച കൂട്ടുപ്രതി തന്നെയാണ്.